ഹലോ, ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി എങ്ങനെ ചെയ്യാം, നടണം എന്നതിനെക്കുറിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൻ്റെ തൈ വേണ്ടവർ ലാസ്റ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതെവിടെയാണ് സ്ഥലമെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ വൈപ്പിങ്ങരയിലെ ചെറായി എന്ന സ്ഥലത്താണ്. നിരവധി കർഷകശ്രീ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു വ്യക്തിയെയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല പുള്ളി സ്വന്തമായിട്ട് ബഡ് ചെയ്യുകയും അതെല്ലാം സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. പുള്ളിയുടെ പേരപ്പോൾ ജ്യോതി എന്നാണ്. അത് മാത്രമല്ല ഞങ്ങൾ അടുത്ത ബന്ധുക്കളും കൂടിയാണ്. അപ്പോൾ വകയിൽ എൻ്റെ വലിയച്ഛനായിട്ടും കൂടി വരും. രീതി എന്ന് പറഞ്ഞാൽ ഇത് നല്ല മൂപ്പായ ഫ്രൂട്ടുണ്ടായ കമ്പ് മുറിച്ചിട്ട് നടണം. അത് ഫ്രൂട്ടുണ്ടായ കമ്പാണ് നടാൻ എടുക്കേണ്ടത്. നമ്മൾ അത് നട്ട് കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അല്ലാത്ത കമ്പാണ് നടണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് താമസം വരും. 28ാമത്തെ ദിവസം ഫ്രൂട്ടാവും. പിന്നെ അത് നമ്മൾ 28 ദിവസം കഴിഞ്ഞ് ഒരു 30 ദിവസം കഴിഞ്ഞ് പറിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിനൊരു മധുരം ഉണ്ടാവുള്ളൂ. നല്ല മൂപ്പെത്തി കഴിയുമ്പോൾ ഇതിന് നല്ല മധുരം വരും. നല്ല മധുരമല്ല, എന്നാലും കഴിക്കാൻ പറ്റിയ മധുരം വരും. ഇത് മാർച്ച് തുടങ്ങി നവംബർ വരെ ഇങ്ങനെ പൂവുണ്ടായിക്കൊണ്ടിരിക്കും, ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ മുട്ടയാണ്. ഇത് വിരിഞ്ഞ് ഒരു കുറച്ച് ദിവസം, 2-3 ദിവസം കഴിയുമ്പോൾ ഇത് വിരിയും. ഇത് ഇന്ന് രാത്രി വിരിയാനുള്ളതാണ്. ഇന്ന് രാത്രി വിരിയും. ഇതെല്ലാം റെഡാണ്, മലേഷ്യൻ റെഡ്. ഇതിവിടെ 2 തരം ഉള്ളത്. ഇസ്രയേലല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, മഞ്ഞ, അതുകൊണ്ട് ഇതാണ് നടാനായിട്ട് ഏറ്റവും നല്ലത്. വ്യവസായമായിട്ടും നടാനും ടേസ്റ്റ് വെറൈറ്റി അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലതും നമുക്ക് നടാനും കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഇത് തന്നെയാണ്. പിന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്, അതെല്ലാനും നമ്മൾ നടേണ്ട ആവശ്യമില്ല. ഇതിന് ചെറിയൊരു ബക്കറ്റ് മതി നടാനായിട്ട്. താഴെ നടനാണ് ഏറ്റവും നല്ലത്. വളം നമ്മൾ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ജൈവ സ്ലറികൾ ഒക്കെ ഉപയോഗിക്കും. ജൈവവളമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. മധുരം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം കൂടുതൽ വേണോ? വെയിലും വെള്ളമൊക്കെ ഇല്ല, വെയിൽ നന്നായിട്ട് വേണം, വെള്ളം കുറച്ച് മതി. വെള്ളം കെട്ടിക്കാൻ പാടില്ല. വെള്ളം കെട്ടിയെന്ന് കഴിഞ്ഞാൽ ഇത് വേര് ചീഞ്ഞ് നശിഞ്ഞു പോകും. ഇതിന് വെയിൽ വേണം, വെള്ളം കെട്ടിക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇത്ര പേരത്ത് പണിയൊന്നുമില്ല. ഇത് നട്ട് വളർത്താനായിട്ട് സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. എപ്പോഴും നനച്ചു കൊടുക്കണ്ട, ആഴ്ചയിൽ 2-3 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. മഴയുള്ള സമയത്ത് നനയ്ക്കേ വേണ്ട. പിന്നെ ഇത് ഹാങ് ചെയ്ത് കിടക്കണം. നമ്മൾ പടർത്തി വിട്ട് തൂങ്ങി കിടന്നാൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കമ്പിയും കൊണ്ടാണോ? ഇത് കമ്പി ഫ്രെയിം അടിച്ചാക്കിയാണ്, കുറ്റിയിട്ടിട്ട് അതുമല്ല ഫ്രെയിം അടിച്ച്. ഇത് ഇങ്ങനെ ഇടുമ്പോൾ കൂടുതൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. കമ്പി വെൽഡ് ചെയ്താക്കണം. അത് വെൽഡ് ചെയ്ത് വാർക്കക്കുറ്റിയിൽ പിടിപ്പിച്ചാക്കിയാണ്. കംപ്ലൈന്റ് തന്നെ. ഇതിന്ന് കട്ട് ചെയ്ത് തന്നെയാണ് എടുക്കണത്. ഇതിന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ നടാനെടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രൂട്ട് ആയതാണ്. ഈ ഫ്രൂട്ട് ആയത് ഇത് കട്ട് ചെയ്താണ് ഇനി അടുത്ത പ്രാവശ്യം നടണത്. കണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വേണ്ട. അതായത് ഇതിന് എപ്പോൾ നേരത്തെ നട്ട് കഴിഞ്ഞാൽ ഇതിന് ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. മാർച്ച് ഏപ്രിൽ തുടങ്ങിയാണ് ഫ്രൂട്ട് ഉണ്ടാവണം. ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം നേരത്തെ നട്ടാലും ആ സമയമാകുമ്പോൾ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ മൂത്തത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 6 മാസം 7 മാസം ആയിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാവും. ഈ നടൽ വസ്തു നല്ല രീതിയിൽ വളവിട്ട് സംരക്ഷിച്ച് നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവും. ഇത് ഈ ഫ്രൂട്ട് പ്ലാന്റിൽ ഏറ്റവും എളുപ്പം ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണിത്. ഏത് പ്ലാന്റ് കേട്ടാലും 2.5 വർഷം 3 വർഷം വരും എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാവും. പിന്നെ അധികം പരിചരണം വേണ്ട, ചിലവ് കുറവാണ്. ചിലവെന്ന് പറഞ്ഞാൽ ആദ്യ സമയത്ത് ഇത്തിരി പൈസ മുടക്കേണ്ടി വരും.
കാരണം ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാർക്ക പോസ്റ്റ്, ഇരുമ്പിൻ്റെ പൈപ്പ്, അങ്ങനെയുള്ള ഇതിനൊക്കെ ചിലവ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോവാം. ഇത് മഴ സമയത്ത് മഴ വരുമ്പോൾ നമുക്ക് കവറിട്ട് കൊടുക്കണം. ഇതിൽ ഇന്നും ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് വിരിയുമ്പോൾ ഈ മഴ പെയ്യുന്ന ഇതിൻ്റെ പൂമ്പൊടി നഷ്ടപ്പെട്ടു. പൂമ്പൊടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരാഗണം നടക്കില്ല, ഫ്രൂട്ടാവില്ല, അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി മഴയുള്ള സമയത്ത് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മൂടി വെക്കും. മഴ മാറി കഴിയുമ്പോൾ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്തിട്ട് കവറിട്ട് പോകും. മഴയുള്ള സമയത്ത് ചെയ്യേണ്ട രീതിയാണിത്. ഇനി ഇതിന്റെ പൂമ്പൊടി കളക്ട് ചെയ്തിട്ട് വേണം മുകളിലുള്ളതിന് ഇടാനായിട്ട്, എന്നാലും അത് ഫ്രൂട്ട് ആവുള്ളൂ. വെള്ളം കുറച്ച് വെള്ളം മതി. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. ഇത് വർഷക്കാലത്ത് വെള്ളമൊക്കെ ഇതിന്റെ തണ്ടിൽ സംഭരിച്ച് നിർത്തും. അപ്പൊ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് വാടിപ്പോവില്ല, ഉണങ്ങിപ്പോവില്ല. ഇതിൽ നിന്ന് ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് എടുക്കും. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതൊന്ന് ചൊട്ടിപ്പോവും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ശേഖരിച്ച് ഇത് പിന്നെ വണ്ണം വെക്കും. അങ്ങനെയാണ് ചെയ്യണം. പിന്നെ വെയിൽ കൂടിയാലുള്ള കുഴപ്പമാണ് ഈ കാണണം, മഞ്ഞ കളർ. വെയിൽ കൂടി കഴിയുമ്പോൾ അതൊരു മഞ്ഞ കളറാവും. മഞ്ഞ കളർ കൂടുതൽ വെയിൽ കൊണ്ടാൽ പിന്നെ അവിടെ പൊള്ളും, പിന്നെ അവിടെ അഴുകും. അപ്പോൾ അതിന് നമ്മൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ മുകളിൽ നെറ്റ് എന്തെങ്കിലും വിരിച്ചു കൊടുക്കണം. ഇല്ല, ഇവിടെ ഒന്നും ചെയ്യാറില്ല. വെയിൽ കൂടിക്കഴിഞ്ഞാൽ നെറ്റ് വിരിച്ചു കൊടുത്താൽ ഈ മഞ്ഞ കളർ ഉണ്ടാവൂല. ഈ മഞ്ഞ കളർ കൂടിക്കഴിഞ്ഞാൽ അത് നശിഞ്ഞു പോകും, പൊള്ളലേക്കും. ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ പൊള്ളലേക്കൂല, അതേപോലെ ചൂട് കൂടിയാൽ അതിന് പൊള്ളലേക്കും. ഇതിൻ്റെ ഒരു തണ്ട് എവിടെന്നെങ്കിലും മേടിച്ച് ഓരോ വീടുകളിലും നടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നമ്മളുടെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട് ഒരു കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു കിലോ ഫ്രൂട്ടിന് നമുക്ക് 200 രൂപ 200 മുകളിൽ പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. എല്ലപ്പോഴും 200 രൂപ മുകളിൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വീട്ടിലൊരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നടീൽ വസ്തു എവിടെന്നെങ്കിലും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് നല്ലത് നോക്കി മേടിച്ച് എല്ലാവരും നടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്പർ ഞാൻ ദേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല, മാങ്ങ, പേര ഇതൊക്കെ ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.